നമസ്കാരം. കേരളത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലമായി മാറുകയാണ് തിരുവനന്തപുരം. അവിടെ പന്ന്യൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരുമൊക്കെ ഒപ്പത്തിനൊപ്പം പിടിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കും, ആര് തോൽക്കും? കാരണം മൂന്ന് പേരും മണ്ഡലത്തിന് ഓരോ അർത്ഥത്തിലും വളരെ വിലപ്പെട്ടവരാണ്, വളരെ പ്രാധാന്യമുള്ളവരാണ്. പന്ന്യൻ രവീന്ദ്രൻ CPIയുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ്, കറകളഞ്ഞ നേതാവാണ്, നിഷ്കളങ്കനാണ്. അങ്ങനെ അത്തരത്തിലുള്ള വോട്ടുകൾ പന്ന്യൻ രവീന്ദ്രൻ തേടിയെത്തും എന്നുറപ്പാണ്. ശശി തരൂർ ഒരു വിശ്വപൗരൻ എന്ന നിലയിൽ മാത്രമല്ല, സിറ്റിംഗ് MP എന്ന നിലയിൽ ഒരുപാട് വികസനങ്ങൾ തിരുവനന്തപുരത്തിന് കൊണ്ടുവന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണാനും കഴിയില്ല. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് എന്നതിലുപരി അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് എത്തിയിട്ട് നാളുകളെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരത്തിൻ്റെ മനസ്സറിഞ്ഞ് തിരുവനന്തപുരംകാരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത ആളാണ്. മാത്രമല്ല, ജയിച്ചു കയറിയാൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് റാങ്ക് പ്രതീക്ഷിക്കുന്ന ആളുകളിൽ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ വികസനം രാജീവ് ചന്ദ്രശേഖറിലൂടെ എന്ന പരസ്യവാചകത്തിലൂടെയാണ് അവർ BJPക്കാർ രാജീവ് ചന്ദ്രശേഖറെ തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചത്. അതിൻ്റെ മുന്നേറ്റം നടത്താൻ രാജീവ് ചന്ദ്രശേഖറിന് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് കഴിയുകയും ചെയ്തു. എന്നാൽ അവിടെ നിർണായകമാകുന്നത് സാമുദായിക വോട്ടുകളാണ് എന്നത് കൃത്യമാണ്. പ്രത്യേകിച്ചും നായർ സർവീസ് സൊസൈറ്റിയുടെ NSSൻ്റെ വോട്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. തിരുവനന്തപുരത്ത് നിരവധിയായ വോട്ടുകൾ NSSനുണ്ട്, ശക്തമായ ഒരു ബെൽറ്റ് NSSനുണ്ട് എന്നത് കൃത്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുൻപ് ശശി തരൂർ ആദ്യമായി മത്സരിച്ചപ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞത് അദ്ദേഹം ശരിക്കുള്ള ഒരു നായരല്ല, ഒരു ഡൽഹി നായരാണ്. ഡൽഹി നായർക്ക് കേരളത്തിൽ വന്ന് എന്തു ചെയ്യാനാണ് എന്ന തരത്തിലുള്ളൊരു പ്രസ്താവന ആദ്യ സമയത്ത് ഇറക്കിയിരുന്നു എങ്കിൽ ഇന്ന് സ്ഥിതി മാറി. കഴിഞ്ഞ ദിവസം പൽമ കഫേയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് G. സുകുമാരൻ നായർ പറഞ്ഞത് ശശി തരൂർ ഒരു ഡൽഹി നായരല്ല, ഒരു അസൽ തറവാടി നായരാണ് എന്നാണ്. അതിൻ്റെ ചില സൂചനകൾ കോൺഗ്രസിനോടൊപ്പമാണ് ഇത്തവണ NSS എന്നാണ് മറ്റുള്ള പാർട്ടികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് NSS സമദൂരമെന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്ന ശൈലിയാണ് ഇപ്പോൾ സുകുമാരൻ നായർ കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ കാര്യമാണ്. NSS സുകുമാരൻ നായരോട് ശശി തരൂരിനോടൊപ്പമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന ചില വാചകങ്ങളാണോ സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്നുണ്ടായത്? സമദൂരത്തിനപ്പുറം ഒരു ശശി തരൂർ ചായ്വ് സുകുമാരൻ നായർ കാണിക്കുന്നുണ്ടോ? അത് രാജീവ് ചന്ദ്രശേഖറിനെ എത്രമാത്രം ദുർബലപ്പെടുത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം തട്ടകം ശരിക്കും പോർക്കളമായി മാറുമ്പോൾ NSSൻ്റെ വോട്ട് അവിടെ നിർണായകമാകും. അത് ശശി തരൂരിനെയാണോ ആരെയെങ്കിലുമാണോ തുണയ്ക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.